പ്രമേഹ രോഗം എന്താണെന്ന് എല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ കുട്ടികളിൽ പ്രമേഹ രോഗം ഉണ്ടാകുമോ എന്ന് പലരും ചോദിക്കുന്ന ചോദ്യവുമാണ്. ശരിയാണ്, കുട്ടികളിലും പ്രമേഹ രോഗം ഉണ്ടാകാം. ഏത് പ്രായക്കാരിലും, നവജാത ശിശു മുതൽ അഡോളസെൻ്റ്, അതായത് യങ് അഡൽട്ട് 20 വയസ്സോ 25 വയസ്സോ എല്ലാ പ്രായക്കാരിലും പ്രമേഹ രോഗം ഉണ്ടാകാവുന്നതാണ്. എന്നാൽ ഈ രോഗം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ ഓരോ പ്രായത്തിലും വ്യത്യസ്തവുമാണ്. ഏറ്റവും കൂടുതലായിട്ട് ഒരു 80 മുതൽ 90% വരെയും കുട്ടികളിൽ കാണുന്ന പ്രമേഹ രോഗത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ടൈപ്പ് 1 പ്രമേഹ രോഗമാണ്. ഒരു 10 മുതൽ 20% വരെ ടൈപ്പ് 2 എന്ന് പറയുന്ന സാധാരണഗതിയിൽ മുതിർന്ന ആൾക്കാരിൽ കാണുന്ന പ്രമേഹ രോഗവും കണ്ടുവരാറുണ്ട്. അത് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അമിതവണ്ണം അഥവാ പൊണ്ണത്തടിയാണ് കുട്ടികളിൽ ടൈപ്പ് 2 പ്രമേഹ രോഗം ഉണ്ടാകാനുള്ള പ്രധാനമായ കാരണം. ഇനി ടൈപ്പ് 1 പ്രമേഹ രോഗം ഉണ്ടാകാനുള്ള കാരണം കൂടി സൂചിപ്പിക്കാം. നമുക്ക് ശരീരത്തിൽ പാൻക്രിയാസ് എന്നൊരു ഗ്രന്ഥിയുണ്ട്. അതെല്ലാവർക്കും അറിയാം. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഗ്ലൂക്കോസ് ആണല്ലോ നമ്മുടെ ശരീരത്തിൽ ഫ്യൂവൽ അല്ലെങ്കിൽ ഊർജം നൽകുന്ന പദാർത്ഥം. ഈ ഗ്ലൂക്കോസ് മോളിക്യൂള് എല്ലാ കോശങ്ങളിലും എത്തിച്ചേരുന്നതിനും, അതായത് എല്ലാ കോശങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള ഊർജം അഥവാ ഫ്യൂവൽ നൽകുന്നതിന്, അല്ലെങ്കിൽ കോശത്തിനുള്ളിലേക്ക് ഈ ഗ്ലൂക്കോസ് തന്മാത്ര കടന്നു ചെല്ലുന്നതിന് സഹായിക്കുന്ന, താക്കോൽ പോലെ തുറന്ന് ഉള്ളിൽ കയറാൻ സഹായിക്കുന്ന ഒരു പദാർത്ഥമാണ് അല്ലെങ്കിൽ ഹോർമോണാണ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹ രോഗം. ചില പ്രത്യേക കാരണങ്ങളാൽ, അതായത് കുറച്ചുകൂടി തെളിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ പ്രതിരോധ ശക്തി ഒരു തെറ്റായ രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ തന്നെ ചില കോശങ്ങളിലെ ആക്രമിച്ച് നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ പ്രതിരോധ ശക്തി പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങളെ ക്രമേണ നശിപ്പിച്ച് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും അങ്ങനെ വരുന്നൊരവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രമേഹ രോഗമാണ് ടൈപ്പ് 1 പ്രമേഹ രോഗം. ഇത് കൂടുതലും കുട്ടികളിലാണ് കണ്ടുവരുന്നതെങ്കിലും എല്ലാ പ്രായക്കാരിലും ഇതുണ്ടാകാവുന്നതാണ്. അതുപോലെ മറ്റു ചില പ്രമേഹ രോഗ തരങ്ങളുണ്ട് ഈ കുട്ടികളിലുണ്ടാകുന്നത്. എടുത്തു പറയേണ്ട ഒന്ന് നിയോനേറ്റൽ ഡയബറ്റിസ്, അതായത് നവജാത ശിശു ജനിച്ച് 6 മാസത്തിനുള്ളിൽ പ്രകടമാകുന്ന ഡയബറ്റിസ് അഥവാ പ്രമേഹ രോഗം നിയോനേറ്റൽ ഡയബറ്റിസ് എന്ന ഗ്രൂപ്പിലാണ് പെടുന്നത്. ഇത് ഓൾമോസ്റ്റ് 100% ചില പ്രത്യേക ജനിതക വൈകല്യങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത്. അതിൽ ചില കാലം മുഴുവൻ ഇൻസുലിൻ ചികിത്സ ആവശ്യം വരും. ചില പ്രത്യേക തരം ഡയബറ്റിസ് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വയസ്സിനുള്ളിൽ സ്വമേധയാ ശരിയാവും, അതായത് ക്യൂർ ആകും. ട്രാൻസിയന്റ് ഫോം അല്ലെങ്കിൽ ടെമ്പററി ഫോം, സ്ഥായി ആയിട്ടുള്ളതല്ല. മറ്റു ചിലവയിൽ നമുക്ക് മുതിർന്ന ആൾക്കാരിൽ കൊടുക്കുന്നത് പോലെ ചില ഓറൽ മെഡിക്കേഷൻസ്, അതായത് ടാബ്ലറ്റ്സ് ഫലപ്രദമായി കണ്ടുവരാറുണ്ട്. അത് ജനിതക ടെസ്റ്റ് ചെയ്ത് ഏത് വെറൈറ്റി, ഏത് ടൈപ്പ് ആണെന്ന് നിർണ്ണയിച്ചതിന് ശേഷമാണ് ചികിത്സയെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ട് ഒരു ധാരണ ലഭിക്കുക. ഇതുകൂടാതെ ചില ജനറ്റിക് സിൻഡ്രോംസ്, ജനിതകമായ തകരാറുകളുള്ള മറ്റ് കണ്ടീഷൻസ് ഉണ്ട്. അവയിൽ സാധാരണ പൊതുജനത്തിന് കാണുന്നതിൽ മുകളിലായിട്ട് പ്രമേഹ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഡൗൺ സിൻഡ്രോം, എല്ലാവർക്കും സുപരിചിതമായ ഒരു കണ്ടീഷനാണ് ഡൗൺ സിൻഡ്രോം. ബുദ്ധിമാന്ദ്യം പോലുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ഉയരക്കുറവൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിൻഡ്രോമിക് ഡിസീസാണ്. ഇതിൽ ടൈപ്പ് 1 പ്രമേഹ രോഗവും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇത്തരം കുട്ടികളിൽ അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ ടൈപ്പ് 2 പ്രമേഹ രോഗവും, പ്രത്യേകിച്ച് കൗമാരപ്രായമാകുമ്പോൾ ടൈപ്പ് 2 പ്രമേഹ രോഗവും ഉണ്ടാകാം. ഇതുകൂടാതെ ടെർണർ സിൻഡ്രോം, പ്രാഡർ-വില്ലി സിൻഡ്രോം നമുക്കറിയാം, അമിതവണ്ണം ഉണ്ടാകുന്ന ഒരു ജനിതക കണ്ടീഷനാണ് പ്രാഡർ-വില്ലി സിൻഡ്രോം. ഏർലി ഏജ്, അതായത് 2 വയസ്സ് മുതൽ പൊണ്ണത്തടി ഉണ്ടാകാനുള്ള, അമിതമായ വിശപ്പ് ഉണ്ടാവുകയും വിശപ്പ് നിയന്ത്രിക്കാൻ പറ്റാതെ ഒരുപാട് ആഹാരം കഴിക്കേണ്ടി വരുന്ന, അതുപോലെ കൊഴുപ്പിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, കൊഴുപ്പ് അടിയുന്നതിൽ ഉണ്ടാകുന്ന തകരാറുകൾ കാരണം ഉണ്ടാകുന്ന അസുഖമാണ് പ്രാഡർ-വില്ലി സിൻഡ്രോം. ഈ രോഗത്തിലും വളരെ നേരത്തെ, അതായത് യങ് അഡൽട്ട്, അഡോളസെൻ്റ്, കൗമാരപ്രായത്തിൽ ടൈപ്പ് 2 പ്രമേഹ രോഗം ഉണ്ടാകാനുള്ള സാധ്യത മറ്റ് കുട്ടികളെക്കാളും കൂടുതലാണ്. ഇതേപോലെ ഇനിയും പേരെടുത്ത് പറയാവുന്ന പല സിൻഡ്രോംസ് ഉണ്ട്. അതിൽ ടൈപ്പ് 2 പ്രമേഹ രോഗം പ്രത്യേകിച്ച് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൂടാതെ ചില മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ച് കൂടുതൽ സമയം സ്റ്റീറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന ചില അസുഖങ്ങളുണ്ട്. അപ്പോൾ അസുഖം നിയന്ത്രണ വിധേയമാക്കാൻ ചില അസുഖങ്ങൾ നമുക്ക് സ്റ്റീറോയിഡ് ഉപയോഗം ഒഴിവാക്കാനാവുന്നതല്ല. പക്ഷേ സ്റ്റീറോയിഡുകളുടെ അമിത ഉപയോഗം പൊണ്ണത്തടിയും അതുപോലെ ടൈപ്പ് 2 പ്രമേഹ രോഗവും ഉണ്ടാക്കാം. അതുപോലെ തന്നെ മറ്റു ചില ഹോർമോൺ തകരാറുകൾ, അതായത് ഹൈപ്പർ തൈറോയിഡിസം പോലെയുള്ള ഹോർമോൺ തകരാറുകളിലും ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്.